കാലങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ പന്തളം രാജാവായ രാജശേഖരൻ ഒരു പുത്രനില്ലായിരുന്നു. ദൈവാനുഗ്രഹത്താൽ ശിവനും വിഷ്ണുവിന്റെ മോഹിനി രൂപവും ചേർന്ന് ജനിച്ചൊരു ശിശു പമ്പാ നദീതീരത്ത് ലഭിച്ചു. ഒരു മഹർഷി അവൻ ഈ മണികണ്ഠൻ എന്ന് പേര് നൽകി. രാജാവ് അവനെ സ്വന്തം പുത്രനായി സ്വീകരിച്ചു. ബാല്യകാലം മുതൽ തന്നെ മണികണ്ഠൻ അത്ഭുതശിശുവായിരുന്നു. ഗുരുവിന്റെ കുരുടനും മൗനിയുമായ പുത്രൻ കാഴ്ചയും കേൾവിയും നൽകി. മന്ത്രിചതിയനായിരുന്നു. രാജ്യം ഭരണം ലഭിക്കാനായി രാജ്ഞിയെ രോഗിയായി നടിക്കുവാൻ പ്രേരിപ്പിച്ചു. രാജ്ഞിയുടെ ചികിത്സയ്ക്കായി കടുവപ്പാൽ വേണമെന്ന് രാജവൈദ്യനെക്കൊണ്ട് രാജാവിനോട് പറയിപ്പിച്ചു. മണികണ്ഠൻ ധൈര്യത്തോടെ കാടിലേക്ക് പുറപ്പെട്ടു. അവിടെ മണികണ്ഠൻ വീരനായ വാവരെ കണ്ടു. കടുത്ത യുദ്ധത്തിനുശേഷം വാവർ മണികണ്ഠന്റെ ദിവ്യതയിൽ ആകർഷിതനായി സുഹൃത്തും ഭക്തനും ആയി. പിന്നീട് മണികണ്ഠൻ അസുരരാജകുമാരി മഹിഷിയെ തോൽപ്പിച്ച് അവളെ മോചിപ്പിച്ചു. ദേവന്മാർ കടുവയുടെ രൂപം ധരിച്ചു മണികണ്ഠനോടൊപ്പം പന്തളം കൊട്ടാരം. എല്ലാവരും വിസ്മയിച്ചു. രാജ്ഞിയുടെ ചതി വീണു. മണികണ്ഠന്റെ ദിവ്യത വെളിവായി. അപ്പോൾ മണികണ്ഠൻ രാജാവിനോട് പറഞ്ഞു, ശബരിമലയിൽ ക്ഷേത്രം പണിയുക. 41 ദിവസം വ്രതം അനുഷ്ഠിച്ച് 18 പവിത്രപടികൾ കയറുന്ന ഭക്തർക്കു മാത്രമേ അനുഗ്രഹം ലഭിക്കൂ. സ്വാമിയെ ശരണം അയ്യപ്പ.